നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തലശ്ശേരി മേഖലയിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി 2 യുവാക്കൾ അറസ്റ്റിലായത് കുന്നോത്ത് സ്വദേശി ഫായിസ് ഇബിൻ ഇബ്രാഹിം, കോട്ടയം മലബാർ സ്വദേശി VK അബ്ദുൾ സഹദ് എന്നിവർ. മാടായിപ്പാറയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വനിതകൾ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് BJP കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ KK വിനോദ് കുമാർ. മാടായിപ്പാറയെ തകർക്കാനും തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെടുത്താനും ജമാഅത്തെ ഇസ്ലാമി പരിശ്രമിക്കുന്നതായും വിനോദ് കുമാർ. പോലീസ് സംസ്ഥാനത്തിന് ശാപമാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. പോലീസ് അസോസിയേഷനെ രാഷ്ട്രീയവൽക്കരിച്ച് എന്തും ചെയ്യാൻ ലൈസൻസ് നൽകിയിരിക്കുകയാണ് സർക്കാരെന്നും മാർട്ടിൻ ജോർജ്. വാർത്തകൾ വിശദമായി. തലശ്ശേരി മേഖലയിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. ധർമ്മടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീട്ടിൽ ലഹരി വസ്തുക്കൾ സൂക്ഷിച്ച കുന്നോത്ത് സ്വദേശിയായ ഫായിസ് ഇബിൻ ഇബ്രാഹിം, പിണറായി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കോട്ടയം മലബാർ സ്വദേശിയായ VK അബ്ദുൾ സഹദ് എന്നിവരാണ് അറസ്റ്റിലായത്. ധർമ്മടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീട്ടിൽ ലഹരി വസ്തുക്കൾ സൂക്ഷിച്ച കുന്നോത്ത് സ്വദേശിയായ ഫായിസ് ഇബിൻ ഇബ്രാഹിമിനെയാണ് അറസ്റ്റ് ചെയ്തത്. വീട്ടിൽ നിന്നും 27.55 ഗ്രാം MDMA-യും സിപ്ലോക്ക് പ്ലാസ്റ്റിക് കവറുകൾ, MDMA ചൂടാക്കി വലിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് നിർമ്മിത ട്യൂബ് പൈപ്പ് എന്നിവയും കണ്ടെടുത്തു. സ്വന്തം ആവശ്യത്തിനും വിൽപ്പനയ്ക്കും വേണ്ടിയാണ് ഫായിസ് MDMA സൂക്ഷിച്ചത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പിണറായി കമ്പൗണ്ടർ ഷോപ്പിന് സമീപം പോലീസ് നടത്തിയ പരിശോധനയിലാണ് കോട്ടയം മലബാർ സ്വദേശിയായ VK അബ്ദുൾ സഹദിനെ പിടികൂടിയത്. 4.97 ഗ്രാം MDMA ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. മാടായിപ്പാറയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വനിതകൾ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് BJP കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ KK വിനോദ് കുമാർ. മാടായിപ്പാറയെ തകർക്കാനും തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെടുത്താനും ജമാഅത്ത് ഇസ്ലാമി പരിശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഒടുവിലത്തെ തെളിവാണിതെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന CPM, കേരളം ഭരിക്കുന്ന CPM വാദികുദ സ്കൂളിൽ തീവ്രവാദ പ്രവർത്തനം നടത്താൻ വാദികുദ സ്കൂൾ കൈയടക്കി വെച്ചിരിക്കുന്ന ഈ അനധികൃതമായിട്ടുള്ള ഈ സ്ഥലം തിരിച്ചുപിടിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇവിടെ കോൺഗ്രസ് ജമാഅത്ത് കൂട്ടുകെട്ട്, ഈ കോൺഗ്രസ് ജമാഅത്ത് കൂട്ടുകെട്ടിന് CPM സർക്കാർ, CPM ഭരണം വലിയ പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ സ്ഥലം തിരിച്ചുപിടിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ പരിപാടിയിൽ വന്നിട്ടുള്ള ആളുകൾ അത് 18 വയസ്സിൽ ചോടെയുള്ള കുട്ടികൾ പോലുമുണ്ട്. സ്വാഭാവികമായും ബാലാവകാശ കമ്മീഷൻ കേസെടുക്കണം. 18 വയസ്സിൽ ചോടെയുള്ള കുട്ടികളെ ഇത്തരം സമരങ്ങളിൽ നിർബന്ധപൂർവ്വം, ഓർഫനേജിൽ താമസിക്കുന്ന കുട്ടികൾ, അവരെ നിർബന്ധപൂർവ്വം ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് ഈ കുട്ടികളെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ബാലാവകാശ കമ്മീഷൻ ഇതിനെതിരെ കേസെടുക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നു. മാടായിപ്പാറയെ തകർക്കാനും തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെടുത്താനും ജമാഅത്തെ ഇസ്ലാമി പരിശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഒടുവിലത്തെ തെളിവാണിതെന്നും വിനോദ് കുമാർ പറഞ്ഞു. പ്രക്ഷോഭകാരികളെ കൊണ്ടുപോകാനുള്ളതല്ല സ്കൂൾ ബസ് എന്നും ബസിന്റെ പെർമിറ്റ് റദ്ദാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിന് നേരെ നടപടി സ്വീകരിക്കണം. ദേവസ്വത്തിന്റെയും മാടായി ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സ്ഥലം വാദിഹുദ കൈയടക്കിയിട്ടുണ്ട്. വാദിഹുദ സ്കൂൾ കൈയടക്കിയ സ്ഥലം തിരിച്ചുപിടിക്കാൻ ജില്ലാ പഞ്ചായത്ത് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കണമെന്നും വിനോദ് കുമാർ പറഞ്ഞു. പോലീസ് സംസ്ഥാനത്തിന് ശാപം എന്ന് പറയേണ്ട സ്ഥിതിയാണുള്ളതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. പോലീസ് കസ്റ്റഡി മർദ്ദനത്തിനെതിരെ സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ ഭാഗമായി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CCTV ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ ആ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലുണ്ടായിരുന്നു, ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുജിത്തിന്റെ വിവരണത്തിലൂടെ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരികയാണ് എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് പോലീസ് ഈ രീതിയിലുള്ള അക്രമങ്ങൾ നടത്തുന്നത്? സുജിത്ത് മദ്യപിച്ചു എന്ന് ആദ്യം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ മദ്യപിക്കാത്ത, അതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആചാരകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഇതുവരെ മദ്യപിച്ചിട്ടില്ല. അദ്ദേഹത്തെ മദ്യപിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മർദ്ദിക്കുന്നത്.
ഒരിക്കലും ജീവിതത്തിൽ മദ്യപിക്കാത്ത ഒരു വ്യക്തിയെ മദ്യപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് മർദ്ദിക്കുന്നത് എങ്കിൽ എവിടുത്തെ പോലീസാണ്? എന്താണ് പോലീസുകാർ ഉദ്ദേശിക്കുന്നത്? പോലീസ് അസോസിയേഷനെ രാഷ്ട്രീയവൽക്കരിച്ച് എന്തും ചെയ്യാൻ ലൈസൻസ് നൽകിയിരിക്കുകയാണ് സർക്കാർ. പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി ഒരാൾ മരിച്ച കേസിലെ പ്രതിയായ അമൽ ബാബുവിനെ ബ്രാഞ്ച് സെക്രട്ടറിയാക്കിയ പാർട്ടിയാണ് CPM എന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. പാനൂർ, പുത്തൂർ, പെരിങ്ങളം, മൊകേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. സുജിത്തിനെ നീതി ലഭ്യമാക്കുക, പോലീസിലെ ക്രിമിനലുകളെ ജയിലിലടക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സദസ്സ് നടത്തിയത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ചോവന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് KPCC സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ V. സുരേന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എപ്പോഴാണിത്? 2023 നടന്ന സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു ഓർമ്മപ്പെടുത്തൽ സമരം എന്നുള്ള നിലയിലാണ് ഈ സമരം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസുകാരനെ ആക്രമിച്ചു. യൂത്ത് കോൺഗ്രസുകാരനെ ശാരീരികമായി അവന്റെ ആവശ്യതകളൊക്കെ പരിഗണിച്ചു. എന്താ അദ്ദേഹം ചെയ്ത തെറ്റ്? അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? പോലീസുകാർ പറയണം. പോലീസിന്റെ പേരിൽ എന്തിനാണ് പോലീസ് എന്നുള്ളത് പോലും അറിയാത്ത കുറെ അധികം തമ്മാടിത്വം മാത്രം ചെയ്യുന്ന കുറച്ചാളുകൾ പോലീസിലുണ്ടെങ്കിൽ, അത് പോലീസിന് മൊത്തം അധികം കളകം ചാർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ വിനയത്തോടുകൂടി പറയട്ടെ, പോലീസിന് അസോസിയേഷൻ ഉണ്ടല്ലോ. പോലീസിന്റെ അസോസിയേഷൻ പ്രകാരം അവർക്ക് പൊതുജനങ്ങളോട് പറയാൻ പറ്റില്ല. ഞങ്ങളിൽ മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നത് പോലെ പോലീസുകാരന് പറയാൻ പറ്റില്ല. പക്ഷേ പോലീസുകാരന് പറയാൻ പറ്റുന്ന ഒരു സംഘടനയുണ്ട്, പോലീസ് അസോസിയേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അവിടെ പറഞ്ഞാൽ അവന്റെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യുമോ എന്നൊന്നും ഞാൻ അറിയില്ല. പക്ഷേ ആ പോലീസുകാർ കൂട്ടായി പറയണം, ഇത്തരം തമ്മാടികളെ സേനയിൽ വെക്കരുത്, ഇത്തരം ധിക്കാരികളെ സേനയിൽ വെക്കരുത്. പോലീസ് എന്നുള്ള വാക്കിന്റെ അർത്ഥമെന്ത്, P എന്ന അക്ഷരത്തിന്റെ അർത്ഥമെന്ത് എന്നറിയാത്ത ഒരു പോലീസുകാരൻ ആ പോലീസ് പണിക്ക് പറ്റിയതല്ല എന്നുള്ള കാര്യത്തിൽ അസോസിയേഷന്റെ ആളുകൾ അവരോട് പറയണം. കേരളത്തിലെ പോലീസിനെ പറ്റി നല്ല അഭിപ്രായം. പോലീസ് കേസന്വേഷണത്തിനും പോലീസിന്റെ പാനൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന KP രാമചന്ദ്രൻ അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ KP സാജു, സന്തോഷ് കണ്ണമ്പള്ളി, ഹരിദാസ് മൊകേരി, KSU ജില്ലാ പ്രസിഡന്റ് അതുൽ MC, യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ഷിബിന VK, ജവഹർ ബാലമഞ്ച് സംസ്ഥാന കോർഡിനേറ്റർ CVA ജലീൽ, K. രമേശൻ മാസ്റ്റർ, തേജസ് മുകുന്ദ്, സൂര്യ തേജ്, മണ്ഡലം പ്രസിഡന്റുമാരായ KP വിജീഷ്, TK അശോകൻ, AM ജഗദീപൻ, മഹിളാ കോൺഗ്രസ് നേതാക്കന്മാരായ നിഷിത ചന്ദ്രൻ, പുഷ്പ മരുന്നൻ, KK ഗീത, പ്രീത അശോക്, വിജിന ഒദയോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരിനും പഞ്ചായത്തിനുമൊപ്പം മത രാഷ്ട്രീയ ഭേദമന്യേ ഒരേ മനസ്സാലെ പ്രദേശത്തുകാർ കൈകോർത്തപ്പോൾ പന്നിന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 1-ാം വാർഡിലെ മാക്കുനിയിൽ ഉമയ്ക്ക് അടച്ചുറപ്പുള്ള വീടായി. വീടിന്റെ താക്കോൽദാനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9,80,000 രൂപ ഉപയോഗിച്ചാണ് ശ്രീലയം എന്ന വീട് പണിതത്. സാമ്പത്തികമായി വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന മാക്കുനി റോഡിലെ തയ്യിൽ മങ്ങാടൻ ഉമയുടെ വീടാണ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിതത്. സർക്കാരിന്റെ 4 ലക്ഷം രൂപയും നാട്ടുകാരും സുമനസ്സുകളും ചേർന്ന് സ്വരുക്കൂട്ടിയ 5,80,000 രൂപയും കൂടി ചേർത്താണ് മനോഹരമായ വീട് നിർമ്മിച്ചത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ സഹായ കമ്മിറ്റി രൂപീകരിച്ചാണ് 10 മാസം മുൻപ് വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. നിർധന കുടുംബത്തിൽപ്പെട്ട ജോലി ചെയ്യാൻ ശാരീരികമായി സാധിക്കാത്ത അവിവാഹിതയായ ഉമയും സഹോദരി പുഷ്പയും കുടുംബവും താമസിക്കുന്ന കൂര മഴക്കാലത്ത് ചോർന്നൊലിക്കുകയും വെള്ളം കയറുന്ന പൊട്ടിപ്പൊളിഞ്ഞ നിലയിലുമായിരുന്നു. ഈ വീട് പൊളിച്ചുമാറ്റിയാണ് 535 സ്ക്വയർ ഫീറ്റിൽ മനോഹരമായ വീട് പണിതത്. ജില്ലാ പഞ്ചായത്ത് അംഗം E. വിജയൻ മാസ്റ്റർ വീടിന്റെ താക്കോൽ കൈമാറി. അവരുടെ പദ്ധതി വിഹിതത്തിൽ നീക്കിവെച്ചുകൊണ്ടാണ് ഈ പദ്ധതി പൂർത്തിയാക്കുന്നത്. ഗ്രാമപഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്.
ആ പദ്ധതി വിഹിതത്തിന്റെ ഭാഗമായാണ് 4 ലക്ഷം രൂപ കൊണ്ട് നമുക്ക് പൂർണ്ണമായും ഇത് പൂർത്തിയാക്കാൻ സാധിക്കില്ല, നമുക്കറിയാം. പക്ഷേ നമ്മൾ ഇത്തരം പ്രവർത്തനം നടത്തുന്ന അവസരത്തിൽ നമ്മുടെ നല്ലവരായ, അതാണ് നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഏറ്റവും അധികം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട അത്തരം ജനവിഭാഗങ്ങൾ, അവരെ നമ്മോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയും കൂടി കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ് പൊതു സമീപനമായി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ വീടുകളായാലും ശരി, ലൈഫിൻ്റെ മാത്രമല്ല, നമ്മുടെ എല്ലാ മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ജനങ്ങളുടെ സഹായത്തോടുകൂടി, സർക്കാർ മാത്രം വിചാരിച്ചാൽ എല്ലാം നടക്കില്ല. നമ്മുടെ ഓരോ പദ്ധതി എടുത്ത് പരിശോധിച്ചാലും നമുക്കറിയാം, നമ്മുടെ പന്നന്നൂർ പഞ്ചായത്തിന് ഒട്ടനേകം സവിശേഷതകളുണ്ട്. നമുക്കിവിടെ ഒരു ITI ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച അവസരത്തിൽ ആ ITI സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്ഥലം കണ്ടെത്തിയപ്പോൾ പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK മണിലാൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗം K സുനിത സ്വാഗതം പറഞ്ഞു. വീട് നിർമ്മാണ കമ്മിറ്റി കൺവീനർ TN സജീവ് കുമാർ റിപ്പോർട്ടും ട്രഷറർ V മുരളീധരൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TT റംല, പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രമ ടീച്ചർ, പന്നന്നൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് T ഹരിദാസൻ, N ഉണ്ണി മാസ്റ്റർ, TP പ്രേമനാഥൻ മാസ്റ്റർ, K ജയരാജൻ മാസ്റ്റർ, PM അഷ്റഫ്, TT അസ്കർ, റഫീഖ് പാറയിൽ, N സിഗേഷ് എന്നിവർ സംസാരിച്ചു. വീടിനാവശ്യമായ വയറിങ്ങും മറ്റും സൗജന്യമായി ചെയ്തു നൽകിയ കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ തലശ്ശേരി യൂണിറ്റിനുള്ള ആദരവും ചടങ്ങിൽ നടന്നു. അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് C സജീവൻ, സെക്രട്ടറി A രാഹുൽ എന്നിവർ ചേർന്ന് ഉപഹാരം ഏറ്റുവാങ്ങി. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മികച്ച സേവനം ചെയ്ത കോൺട്രാക്ടർ A രാജനെയും ചടങ്ങിൽ ആദരിച്ചു. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ലോക ഫിസിയോതെറാപ്പി ദിനാചരണം സംഘടിപ്പിച്ചു. ബോധവൽക്കരണ ക്ലാസും നടന്നു. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ ലോക ഫിസിയോതെറാപ്പി ദിനാചരണവും ക്ലാസും സംഘടിപ്പിച്ചു. PMR വിഭാഗം HOD ഡോക്ടർ KP ഷീല ആരോഗ്യകരമായ വാർദ്ധക്യം എന്ന വിഷയത്തിലും സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ദീപു S ചന്ദ്രൻ ആരോഗ്യകരമായ വാർദ്ധക്യത്തിൽ വ്യായാമങ്ങളുടെ പ്രാധാന്യം എന്ന വിഷയത്തിലും ക്ലാസ് എടുത്തു. ആരോഗ്യകരമായ വാർദ്ധക്യം, ആ ആരോഗ്യകരമായ വാർദ്ധക്യത്തെ ഫിസിയോതെറാപ്പിയിലൂടെ, ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, വിവിധ തരത്തിലുള്ള ശാസ്ത്രീയമായ വ്യായാമ രീതികൾ അസുഖങ്ങൾക്ക് അനുസരിച്ച് ഒരസുഖം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന സമയത്ത് ആ അസുഖത്തിന്റെ ഭാഗമായി നമുക്കൊരു ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു അപജയവും അതിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തന തരത്തിലുള്ള അപര്യാപ്തതകളെ കണ്ടെത്തി അതിന് പരിശോധിക്കുന്ന ഡോക്ടർമാരും ഒക്കെ അതിനെ വിശദമായി എല്ലാം ഇവാലുവേഷൻ എല്ലാം കഴിഞ്ഞ് ഫിസിയോതെറാപ്പി ഇവാലുവേഷനും എല്ലാ കാര്യങ്ങളും കൂട്ടി യോജിപ്പിച്ച് അവരുടെ ചികിത്സയും കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായി ഡിറ്റർമിൻ ചെയ്തതിന് ശേഷം, നിർണയിക്കപ്പെട്ടതിന് ശേഷം അത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ നടപ്പിൽ വരുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അതിനുള്ള തുടക്കം വാർദ്ധക്യത്തിൽ തുടങ്ങിയാൽ പോരാ, ചെറുപ്പകാലങ്ങൾ മുതൽ തന്നെ നമ്മൾ അതിനുള്ള പല രീതിയിലുള്ള തയ്യാറെടുപ്പുകളും നടത്തേണ്ടതുണ്ട്. വാർദ്ധക്യ സഹജമായ പല രോഗങ്ങളും ഈ പ്രായത്തിലുള്ളവർക്ക് എന്തായാലും ഉണ്ടാവുന്നതാണ്. എന്നിരുന്നാലും അതിനെല്ലാം തന്നെ തരണം ചെയ്ത് വീട്ടിലും സമൂഹത്തിലും നല്ല നിലയിലുള്ള ഒരു ജീവിതം നയിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ ഒരു ചടങ്ങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെയെല്ലാം അതിന് പ്രാപ്തരാക്കാൻ O ലസിത സ്വാഗതവും അക്ഷയ് പ്രകാശ് നന്ദിയും പറഞ്ഞു. തലശ്ശേരിയിൽ നൈറ്റ് മാർച്ചിനിടെ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടന്നു. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് തലശ്ശേരി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നൈറ്റ് മാർച്ചിലാണ് ഉന്തും തള്ളുമുണ്ടായത്.
നൈറ്റ് മാർച്ചിനിടെ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ചാണ് തലശ്ശേരി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തിയത്. ദേശീയപാത ഉപരോധിച്ചതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിൽ സംഘർഷത്തിനിടയാക്കി. നഗരത്തിൽ നടന്ന നൈറ്റ് മാർച്ചിന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ അഷ്റഫ്, ഹൈമ എസ്, അർബ സി കെ, ഷുഹൈബ് ബിബി, AR ചിന്മയ്, സന്ദീപ്, ലിജോ ജോൺ, M മുനാസ്, ഖയൂം, രഖിൻരാജ്, അനിരുദ്ധ്, യാക്കൂബ് എന്നിവർ നേതൃത്വം നൽകി. സംഭവത്തിൽ 7ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഈ പ്ലാനറ്റ് ഓണാടെ കറിക്കരയ്ക്കാൻ മിക്സി, ഇനി അരച്ചു കൂട്ടുന്ന ചട്നി, അതിന് വിൽക്കണ്ട നീ നിന്റെ കിഡ്നി. ഇനി തണുത്തിരിക്കുവാൻ AC, തുണി നനയ്ക്കുവാൻ വാഷിംഗ് മെഷീനും, ചൂടാക്കാൻ ഓവൻ ഓണാക്കി കൂടാക്കാൻ ഫ്രിഡ്ജും ഉണ്ട്. സിനിമ കാണുവാൻ TV വെച്ചിട്ട് ഓണം ഓണാണ്. ഈ ഓണം ഓണാടെ ആടുണ്ട് പേരുണ്ട്, ഈ ഓണം ഓണാടെ ഈ പ്ലാനറ്റ് പോവണ്ടേ. ഈ ഓണം ഓണാടെ ആടുണ്ട് പേരുണ്ട്, ഈ ഓണം ഓണാടെ ഈ പ്ലാനറ്റ് പോവണ്ടേ. നാട് മുഴുവൻ ഓണാക്കി ഈ പ്ലാനറ്റിൽ മഹാവിലക്കുറവിന്റെ ഓണാഘോഷം. ഈ പ്ലാനറ്റ് ഓണം ഓണാണ്. വരൂ, ഈ ഓണത്തിന് നിങ്ങളുടെ വീടും ഓണാക്കാം. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. നല്ല സെലക്ഷൻ, നല്ല വിലക്കുറവ്. ലുലു സാരീസ് നേടാം നല്ലോണം. ഇപ്പോൾ ആഗ്രഹങ്ങളിലെ വസ്ത്രങ്ങൾക്ക് 9 രൂപ മുതൽ 999 വരെ. ലുലു സാരീസ്, കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. അരോമ സൂപ്പർ മാർക്കറ്റ്, പള്ളൂർ. നിത്യോപയോഗ സാധനങ്ങളുടെ കലവറയുമായി അരോമ സൂപ്പർ മാർക്കറ്റ് പള്ളൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മയേറിയ ധാന്യങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ബേക്കറി ഐറ്റംസ്, ഫ്രഷ് മീറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ്, സ്റ്റേഷനറി ഐറ്റംസ്, പ്ലാസ്റ്റിക്, സ്റ്റീൽ പാത്രങ്ങൾ, ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി വീടിനാവശ്യമായതെല്ലാം മിതമായ വിലയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഉപഭോക്താക്കൾക്കായി നറുക്കെടുപ്പിലൂടെ ഇലക്ട്രിക് സ്കൂട്ടർ, TV തുടങ്ങി നിരവധി സമ്മാനങ്ങളും. അരോമ സൂപ്പർ മാർക്കറ്റ്, ആലി സ്കൂൾ റോഡ്, പള്ളൂർ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry.
Lulu Gold, Talasheri, Kannur, Kozhikode. ഈ ഓണക്കാലം ആഘോഷങ്ങൾക്കായി ഒരുങ്ങാം ഹോം ഡെക്കോറിനൊപ്പം. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 12 വരെ ഹോം ഡെക്കോറിൽ ഓണം സ്പെഷ്യൽ ഓഫേഴ്സ്. 3-door wardrobe, 2-door wardrobe, 4-seat kitchen table set with marble, wooden 3-seat sofa acacia, wooden 2-seat sofa acacia, 5x3 dining table 6-piece chair set, 3-seat bench, 5-seat corner sofa set, 6-seat corner sofa set, 5-seat corner sofa set, 75x60x6 inch, 75x72x6 inch. Buy one get one mattresses, 4 pillow and bed sheet free. 3-door bedroom set, 4-door bedroom set, 4-door UV bedroom set. കൂടാതെ 10,000 രൂപയുടെ ഓരോ പർച്ചേസിനും ബമ്പർ ലക്കി കൂപ്പൺ നേടൂ. ഒപ്പം നിരവധി സമ്മാനങ്ങളും. ആഘോഷമാക്കാം ഈ പൊന്നോണം ഹോം ഡെക്കോറിൽ. ഹോം ഡെക്കോർ, പല്ലൂർ, ചൊക്ലി, അഞ്ചരക്കണ്ടി. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. നല്ല സെലക്ഷൻ, നല്ല വിലക്കുറവ്. ലുലു സാരീസ് നേടാം നല്ലോണം. ഇപ്പോൾ ആഗ്രഹങ്ങളിലെ വസ്ത്രങ്ങൾക്ക് 9 രൂപ മുതൽ 999 വരെ. ലുലു സാരീസ്, കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. തിരികെ വാർത്തകളിലേക്ക്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന് നീതി ലഭ്യമാക്കുക, പോലീസ് ക്രിമിനലുകളെ ജയിലിലടക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോടിയേരി, പാറാൽ, ന്യൂമാഹി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ന്യൂമാഹി പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി ഹരിദാസ് മൊഗേരി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയാണ്. പോലീസ് മർദ്ദിച്ച അവസാനാക്കിയ TV ദൃശ്യം കണ്ടു ജനങ്ങൾ ഞെട്ടിവിറച്ചു. ഭരണം പിണറായി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന് നീതി ലഭ്യമാക്കുക, പോലീസ് ക്രിമിനലുകളെ ജയിലിലടക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോടിയേരി, പാറാൽ, ന്യൂമാഹി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ന്യൂമാഹി പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി ഹരിദാസ് മൊഗേരി ഉദ്ഘാടനം ചെയ്തു. ഓർക്കുന്നുണ്ടാകുമല്ലോ, നമുക്ക് ഈ നാട്ടുകാർക്കറിയാം, TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പഴയ CPM നേതാവ് പാർട്ടി വിട്ടപ്പോ കുലംകുത്തി എന്ന് ആക്ഷേപിച്ച കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുലംകുത്തി എന്ന് പറഞ്ഞ് ഒടുവിൽ പാർട്ടി സഖാക്കൾ 51 വെട്ടി കൊലപ്പെടുത്തിയ ചന്ദ്രശേഖരന്റെ ജീവിതത്തെ നമുക്കറിയാം. ചന്ദ്രശേഖരൻ 51 വെട്ടേറ്റ് മരിച്ചപ്പോ കൊലയാളികൾ അവിടെ ഉപേക്ഷിച്ചു പോയ വാനിൽ എഴുതി വെച്ചത് മാഷാ അല്ലാ എന്നാണ്. മുസ്ലിം തീവ്രവാദികളാണ് ആക്രമിച്ചത്, മുസ്ലിം തീവ്രവാദികളാണ് കൊന്നത് എന്ന കഥയുണ്ടാക്കാൻ കൊലയാളികൾ കരുതി വെച്ചപ്പോ ആളുകളിൽ സംശയമുണ്ടാക്കി. CPM പറഞ്ഞു ഞങ്ങൾക്ക് പങ്കില്ല,
പിണറായി പറഞ്ഞു ഞങ്ങൾക്കറിയില്ല, പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾക്കറിയില്ല. പക്ഷേ കേരളത്തിലെ പോലീസ്, ബത്തേരിയെ പോലുള്ള കഴിവുള്ള പോലീസ്, ഹക്കീം ബത്തേരിയെ പോലെ കഴിവുള്ള പോലീസ്, ആ പോലീസ് എല്ലാ തുറങ്കുകളിലും പോയി. അങ്ങ് മലയിൽ മുടക്കോഴി മലയിൽ പോയി അവിടെ ആ ഒളി സങ്കേതത്തിൽ നിന്ന് പ്രതികളെ പിടിച്ചുകൊണ്ടുവന്ന പോലീസാണ്. കിർമാണി മനോജും കോടി സുനിയും അങ്ങനെ പേരുകേട്ട കുപ്രസിദ്ധരായ കൊലയാളി സംഘങ്ങളെ പിടിച്ച പോലീസാണ് കേരളത്തിലെ പോലീസ്. നമുക്ക് അഭിമാനമുള്ള പോലീസ്. ആരെന്നല്ല, കുറ്റവാളികളെ പിടിക്കാൻ കഴിവും തന്റേടമുള്ള കേരളത്തിലെ പോലീസിനെ ഇന്ന് ആണും പെണ്ണുമല്ലാത്ത ആണും പെണ്ണും കെട്ട കീഴിലേക്ക് കൊണ്ടുപോയതാരാ? കേരളത്തിലെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി സാക്ഷാൽ പിണറായി വിജയനല്ലേ. DCC നിർവാഹക സമിതി അംഗം VC പ്രസാദ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് CT സജിത്, V ദിവാകരൻ മാസ്റ്റർ, PK രാജേന്ദ്രൻ, സന്ദീപ് കൊടിയേരി, CP പ്രസീൽ ബാബു, TM പവിത്രൻ, P ദിനേശൻ, VK അനീഷ് ബാബു എന്നിവർ സംസാരിച്ചു. PM കനകരാജൻ, P ഗംഗാധരൻ, P ചന്ദ്രൻ, K അജിത് കുമാർ, T മഹേഷ് കുമാർ, M ഷീബ, VK സുചിത്ര, PK സുനിത, C സത്യാനന്ദൻ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. CPIM മുൻ ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും ട്രേഡ് യൂണിയൻ നേതാവുമായ K ചന്ദ്രനെ അനുസ്മരിച്ചു. ന്യൂമാഹി മാർക്കറ്റ് ബിൽഡിംഗ് ഹാളിലാണ് അനുസ്മരണ പരിപാടി നടന്നത്. CPM ന്യൂമാഹി മുൻ ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും ട്രേഡ് യൂണിയൻ നേതാവുമായ K ചന്ദ്രനെ അനുസ്മരിച്ചു. ന്യൂമാഹി മാർക്കറ്റ് ബിൽഡിംഗ് ഹാളിലാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. K ജയപ്രകാശൻ അധ്യക്ഷനായി. CPM ജില്ലാ കമ്മിറ്റി അംഗം MC പവിത്രൻ, ഏരിയ സെക്രട്ടറി CK രമേശൻ, CITU ജില്ലാ സെക്രട്ടറി TP ശ്രീധരൻ, PP ഗംഗാധരൻ, SK വിജയൻ, PP രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂമാഹി മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാനമെന്ന നിലയിൽ അതിനടിത്തറമാകുന്നത് വലിയ പങ്കുവഹിച്ചുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഒരു എണ്ണപ്പെട്ട പേരുകാരനായിട്ടാണ് നമുക്ക് ചന്ദ്രനെ ഉയർത്തി കാണിക്കാൻ സാധിക്കും. ഇവിടെ 1973 പാർട്ടിയിൽ അംഗമായി ചേർന്നു. സഖാവ് ചെറിയ ഇടവേള വിളിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായിട്ട് സജീവമായ പ്രവർത്തനത്തിലും യൂണിയൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആ മേഖലയിൽ ജനങ്ങളെയും തൊഴിലാളികളെയും സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ചുള്ള പ്രവർത്തനത്തിലെ മാതൃക നമുക്കെല്ലാം തന്നെ അംഗീകരിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ അനുസ്മരണ യോഗത്തിന്റെ അധ്യക്ഷൻ സഖാവ് ജയപ്രകാശ്, സാമൂഹ്യ രാഷ്ട്രീയ യൂണിയൻ മേഖലയിൽ സഖാവ് ചന്ദ്രൻ നൽകിയിരുന്ന സംഭാവനകളെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. പാനൂരിൽ JCI വാരാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. പാനൂർ SI K സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. JCI വാരാഘോഷത്തിന്റെ ഭാഗമായി പാനൂരിൽ ഒട്ടനവധി കർമ്മപരിപാടികൾക്ക് രൂപം നൽകിയതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബിസിനസ്, പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം, ലഹരി വിരുദ്ധ ബോധവൽക്കരണം അടക്കമുള്ള വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കുടുംബസംഗമത്തോടെ സെപ്റ്റംബർ 15-ന് പരിപാടികൾ സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ KP നിഷ, KV നൌഷാദ്, MCB രതീഷ്, KM റഹീസ്, KV റംല ടീച്ചർ, ഹാരിസ് മരക്കാർ, KP ഗംഗാധരൻ, നവനീത് കൃഷ്ണ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ വളയം പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ചും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ വളയം പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ചും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു. ചെക്യാട് റോഡിൽ പോലീസ് തീർത്ത ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചു.
നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ അനുനയിപ്പിച്ചത്. മാർച്ചിന്റെ ഉദ്ഘാടനം KPCC സെക്രട്ടറി VM ചന്ദ്രൻ നിർവഹിച്ചു. വളയം മണ്ഡലം പ്രസിഡന്റ് K ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് മോഹനൻ പാറക്കടവ്, മാക്കൂൽ കേളപ്പൻ, K കൃഷ്ണൻ മാസ്റ്റർ, രവീഷ് വളയം, അനസ് നങ്ങാണ്ടി, K സുമിത ടീച്ചർ എന്നിവർ സംസാരിച്ചു. വാണിമേൽ മണ്ഡലം പ്രസിഡന്റ് NK മുത്തലിബ് സ്വാഗതവും ചെക്യാട് മണ്ഡലം പ്രസിഡന്റ് KK അബൂബക്കർ ഹാജി നന്ദിയും പറഞ്ഞു. വടക്കുംപാട് നവോദയ വായനശാലയുടെ നേതൃത്വത്തിൽ പുസ്തകപ്പൂക്കാലം വീട്ടുമുറ്റ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. അനിത ടീച്ചർ പുസ്തകാവതരണം നടത്തി. ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശാനുസരണം പുസ്തകപ്പൂക്കാലം പദ്ധതിയുടെ ഭാഗമായി വടക്കുംപാട് നവോദയ വായനശാലയുടെ നേതൃത്വത്തിൽ പുസ്തകപ്പൂക്കാലം വീട്ടുമുറ്റ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. മാണിക്കോത്ത് റഹ്മത്ത് മുസ്തഫയുടെ വീട്ടുമുറ്റത്ത് നടന്ന ചർച്ചയിൽ കമല സുരയ്യയുടെ നീർമാതളം പൂത്തകാലം എന്ന നോവൽ അനിത ടീച്ചർ അവതരിപ്പിച്ചു. നോവൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയം പുതിയ കാലത്തും എത്രത്തോളം പ്രസക്തമാണെന്ന് സരളമായ വായനയിലൂടെ അനിത ടീച്ചർ വിശദീകരിച്ചു. KM ഓമന അധ്യക്ഷയായി. നാഷിഫ് അലിമിയാൻ, ഷിജി രമേശ്, രാജൻ പാലോറാൻ എന്നിവർ സംസാരിച്ചു. പരിപാടിക്ക് പ്രകാശ് ബാബു, CV കലാകൃഷ്ണൻ, സ്നേഹ, ബിന്ദു എന്നിവർ നേതൃത്വം നൽകി. നവോദയ വായനശാല സംഘടിപ്പിച്ച 4ാമത്തെ വീട്ടുമുറ്റ പുസ്തക ചർച്ചയാണ് മാണിക്കോത്ത് വീട്ടിൽ നടന്നത്. പക്ഷെ എന്നാലും എനിക്ക് മനസ്സിലായത് നീർമാതളം പൂത്ത കാലത്തിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ളത് എൻ്റെ കഥയാണ്. കുറേയും കൂടെ മനഃശാസ്ത്രപരമായിട്ട് നമുക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം കൂടിയാണത്. ഒന്ന്, നമ്മൾ ഈ നീർമാതളം പൂത്ത കാലത്തിൽ ടീച്ചർ പറയുന്നുണ്ട്, മാധവിക്കുട്ടി കുറേ ആളുകളുടെ കൂടിയാണ് വളർന്നത്, സ്വന്തം പേരൻസിൻ്റെ കൂടിയല്ല. അപ്പം അതിനകത്ത് ഒരു കാര്യമുണ്ട്, നമ്മൾ ആരുടെ കൂടിയാണോ വളരുന്നത് അത് നമ്മളെ വ്യക്തമായിട്ട് സ്വാധീനിക്കും. മാധവിക്കുട്ടി അഭിമുഖങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ള എൻ്റെ ഭാഷ എന്ന് പറയുന്നത് എൻ്റെ അമ്മ ബാലാമണി അമ്മയുടെ ഭാഷയല്ല, അത് എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന അവരുടെ ഇടയിലുണ്ടാകുന്ന അന്തർസംഘർഷങ്ങളുടെ ഭാഷയാണ്. വടക്കുംപാട് ആർഷപോഷിണി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണം ചതയ ദിനാഘോഷം സംഘടിപ്പിച്ചു. സർഗോത്സവം 2025 എന്ന പേരിൽ നടന്ന പരിപാടിയിൽ വിവിധ കലാകായിക മത്സരങ്ങളും നടന്നു. സമാപന സമ്മേളനം ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു. സുരേഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. M സുരേഷ് ബാബു, രജിത ടീച്ചർ, MK യതീന്ദ്രൻ, LG ബിജു, M സത്യൻ, രജിത് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കതിരൂർ വേറ്റുമ്മൽ EMS ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണം ചതയ ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പൂക്കള മത്സരം, മാവേലിയുടെ ഗൃഹസന്ദർശനം എന്നിവ നടന്നു. ഷബാദ് മുഹമ്മദ് അലിയാണ് മാവേലി വേഷധാരിയായത്. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ,
ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. ചമതി ടെറാക്കോട്ട ശില്പങ്ങളുടെ പ്രദർശനത്തിന് കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ തുടക്കമായി. കേരള ലളിതകലാ അക്കാദമിയുമായി ചേർന്ന് ഒരുക്കുന്ന ടെറാക്കോട്ട ശില്പ പ്രദർശനം ചമതി പ്രശസ്ത ചിത്രകാരനും കേരള ലളിതകലാ അക്കാദമി നിർവാഹക സമിതി അംഗവുമായ സുനിൽ അശോകപുരം ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ചിത്രകാരനും കേരള ലളിതകലാ അക്കാദമി നിർവാഹക സമിതി അംഗവുമായ സുനിൽ അശോകപുരം പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഞാൻ കുറേ പറഞ്ഞു വയ്ക്കും, നിങ്ങൾ ഇവിടുന്ന് തന്നെ ആരെങ്കിലും ഒന്ന് വിളിച്ച് ഉദ്ഘാടനം ചെയ്താൽ പോലെ അതൊക്കെ നല്ലതെന്ന് കുറേ പറഞ്ഞു. ലളിതകല അക്കാദമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരാൾ വേണം. അപ്പോഴും ഞാൻ പറഞ്ഞു ഉണ്ണിക്കാരായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനില പി രാജ് അധ്യക്ഷത വഹിച്ചു. വയനാടിന്റെ ഭൂപ്രകൃതിയിലും സവിശേഷ കാലാവസ്ഥയിലും തനത് പാകമാർജിച്ച കളിമണ്ണ് മാധ്യമമാക്കി 2022 വയനാട് പ്രദേശത്തെ ശില്പികൾ മാനന്തവാടിയിൽ വെച്ച് രൂപപ്പെടുത്തി ചുട്ടെടുത്ത 30-ൽ പരം സൃഷ്ടികളിൽ നിന്ന് തിരഞ്ഞെടുത്ത 13 ശില്പങ്ങളാണ് അക്കാദമിയുടെ സഹകരണത്തോടെ കതിരൂരിൽ ആദ്യമായി പ്രകാശനം ചെയ്തത്. ജോർജ് കുട്ടി, KP ദീപ, നവനീത് കൃഷ്ണ, KB സുരേഷ്, MK പ്രതീഷ്, സുരേഷ് കൃഷ്ണ, ജിതിൻ T ജോയ്, ഷമ്മി N, രാജേഷ് അഞ്ചിലൻ, സുധീഷ് പല്ലിശ്ശേരി, K രചന, ബിനീഷ് നാരായണൻ എന്നിവരുടെ സൃഷ്ടികളാണ് ചമതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പ്രദർശനം 6 ദിവസം നീണ്ടുനിൽക്കും. പ്രശസ്ത ശില്പി ജോസഫ് M വർഗീസ്, സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനുമായ ഗംഗാധരൻ മംഗലശ്ശേരി എന്നിവർ സംസാരിച്ചു. രാജ്യത്തെ ആദ്യ ജനകീയ ചിത്രശാലയായ കതിരൂർ ആർട്ട് ഗാലറിയിൽ 82ാമത് പ്രദർശനമാണ് ചമതി. രാവിലെ 10 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഗാലറിയുടെ പ്രവർത്തന സമയം. 13-ന് പ്രദർശനം സമാപിക്കും. സിയാച്ചിനിൽ മരണപ്പെട്ട ധീര സൈനികർക്ക് വിമുക്ത ഭടന്മാരുടെ സംഘടനയായ തലശ്ശേരി സിഗ്നലേഴ്സിന്റെ ആദരാഞ്ജലി. പ്രതിമാസ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ആദരാഞ്ജലി ഒരുക്കിയത്. തലശ്ശേരി ഗുരുധർമ്മ പ്രചരണ സമാജം ഹാളിൽ നടന്ന പരിപാടിയിൽ സിഗ്നലേഴ്സ് പ്രസിഡന്റ് KS ജയപ്രകാശ് അധ്യക്ഷനായി. M ശശീന്ദ്രൻ, CA ജയരാജൻ, P വിശ്വജിത്ത് എന്നിവർ സംസാരിച്ചു. മുതിർന്ന അംഗങ്ങളായ VK ദേവരാജൻ, AM ചന്ദ്രൻ എന്നിവരെ സുരേന്ദ്രനാഥൻ ബാബു, KS ജയപ്രകാശ് എന്നിവർ ഓണക്കോടി നൽകി ആദരിച്ചു. AK രാമകൃഷ്ണൻ സ്വാഗതവും A കരുണൻ നന്ദിയും പറഞ്ഞു. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് റിസർവേഷൻ ലഭിക്കാത്തതിനെതിരെ ഒറ്റയാൾ പോരാട്ടവുമായി സാമൂഹ്യ പ്രവർത്തകൻ ഖാലിദ് പെരിങ്ങത്തൂർ. രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഭിന്നശേഷിക്കാരെ സ്ഥാനങ്ങളിലും പദവികളിലും എത്തിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ഖാലിദ് പറയുന്നു. മറ്റുള്ള മേഖലകളിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണവും ആനുകൂല്യങ്ങളും നൽകി വരുന്നത് പോലെ തെരഞ്ഞെടുപ്പുകളിലും പ്രത്യേക സീറ്റ് റിസർവേഷൻ അനുവദിക്കുക. അതായത് പട്ടികജാതി പട്ടികവർഗ ഉൾപ്പെടെയുള്ളവർക്ക്, സ്ത്രീകൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പ്രത്യേക സീറ്റ് റിസർവേഷൻ അനുവദിച്ചതുപോലെ ഭിന്നശേഷിക്കാർക്കും പ്രത്യേക സീറ്റ് റിസർവേഷൻ അനുവദിക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്കും അതുപോലെ ചീഫ് സെക്രട്ടറിമാർ, അതുപോലെ ഇലക്ഷൻ കമ്മീഷണർമാർ,
അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി, നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഇവർക്ക് എല്ലാവർക്കും ഞാൻ നിവേദനം സമർപ്പിക്കുകയുണ്ടായി. ഭിന്നശേഷിക്കാർ മത്സരിക്കുന്നതിന് 10% സീറ്റ് റിസർവേഷൻ നടപ്പിലാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളും നിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ നടത്തണമെന്നാണ് ഖാലിദ് പെരിങ്ങത്തൂരിന്റെ ആവശ്യം. ഈ ആവശ്യവുമായി ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ചീഫ് സെക്രട്ടറിമാർ, ഇലക്ഷൻ കമ്മീഷണർ എന്നിവർക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും സംസ്ഥാന അസംബ്ലികളിലും പാർലമെന്റിലും ഈ കാര്യങ്ങൾ ഉന്നയിക്കാൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് എംപിമാർക്കും MLA-മാർക്കും നിവേദനം സമർപ്പിച്ചിരുന്നു. അടുത്തായി ആദ്യമായിട്ട് ഇത് തമിഴ്നാട് സ്റ്റാലിൻ സർക്കാരാണ് ഈ ഒരു കാര്യം അംഗീകരിച്ചതായിട്ട് ദ ഹിന്ദു ദിനപത്രത്തിലൂടെ പുറത്ത് വന്നിട്ടുള്ളത്. 3500 പേരെ നേരിട്ട് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചതായി നമുക്ക് അടുത്തായി ദ ഹിന്ദു ദിനപത്രത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും അനുകൂല നിലപാടുകളും അതുപോലെ അനുകൂല മറുപടികളും കിട്ടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഈ നിവേദനങ്ങൾക്കും അതുപോലെ ഈ പ്രവർത്തനങ്ങൾക്കും തുടങ്ങിയതോടെ പല ഭിന്നശേഷി സംഘടനകളും ഈ ആവശ്യമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പലരും സെക്രട്ടേറിയറ്റ് ധർണ ഉൾപ്പെടെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്കറിയാം, പാരാലിമ്പിക്സ്, അതായത് ഭിന്നശേഷിക്കാർക്കായി വേണ്ടിയുള്ള ഒരു ഒളിമ്പിക്സ് ആണ്. നമ്മുടെ ഇന്ത്യയിലെ ആളുകൾ, ഇന്ത്യയിലെ ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ള പല പ്രഗത്ഭരും ലോകത്ത് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചവരാണ്. പുതുച്ചേരി പോലീസ് മാഹി സബ് ഡിവിഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു. മാഹി പോലീസ് സൂപ്രണ്ട് ഡോക്ടർ വിനയ് കുമാർ ഘാട്കെ IPS പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുതുച്ചേരി പോലീസ് മാഹി സബ് ഡിവിഷൻ ഓണാഘോഷം മാഹി പോലീസ് സൂപ്രണ്ട് ഡോക്ടർ വിനയ് കുമാർ ഘാട്കെ IPS ഉദ്ഘാടനം ചെയ്തു. This message of togetherness, which is celebrated without any barrier of caste, class, religion, or any other standards of living, I expect that we all join our hands, we work as a team, as the best police force among the Puducherry police, and we'll work to the best of our ability to help the people of Mahi. Once again, I extend my warm wishes to all of you on this auspicious day of Onam. I'm quite looking forward and also excited for the activities that are planned and sports and all the games and the sports that are planned. Once again, happy Onam and thank you. മാഹി സർക്കിൾ ഇൻസ്പെക്ടർ PA അനിൽകുമാർ അധ്യക്ഷനായി. സംസ്കാരത്തിന്റെ ഭാഗമാണ് ഓണം. നേരത്തെ അവതാരകർ പറഞ്ഞതുപോലെ ജാതിമത ഭേദമന്യേ കേരളീയർ എവിടെയൊക്കെ ഉണ്ടോ, ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും നമ്മൾ കൊണ്ടാടുന്ന ഒരു ആഘോഷമാണ് ഓണം. IRBN അസിസ്റ്റന്റ് കമാൻഡന്റ് സെന്തിൽ മുരുകൻ സംസാരിച്ചു. இப்போ இன்னைக்கு மாவில ஃபர்ஸ்ட் நானும் எனக்கு ஓணம் ஃபெஸ்டிவல் தான் ஃபர்ஸ்ட். இதுக்கு முன்னாடி மாவிக்கு நான் நிறைய டூட்டிலாம் டர்க்கி ஃபெஸ்டிவல் வந்திருக்கேன். நான் நிறைய நேரம் டூட்டி ஒரு 10 டைம்ஸ் மேலே நான் இங்கே எமர்ஜென்சி பீரியட்லாம் தங்கி டூட்டி பார்த்துருக்கேன். ஆனால் ஓணம் ஃபெஸ்டிவல் இந்த விஷு ஓணம் ஃபெஸ்டிவல் டைம்லாம் நான் வரல, செலிப்ரேட் பண்ணல. ஒன்லி டர்க்கி ஃபெஸ்டிவல் மட்டும் தான் நான் பார்த்துருக்கேன். മാഹി SI റെനിൽകുമാർ സ്വാഗതവും കോസ്റ്റൽ SI അജയ്കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാകായിക മത്സരങ്ങളും കരോക്കെ ഗാനമേളയും ഉണ്ടായി. ഓണസദ്യയും നടന്നു. മാവേലി, പുലിക്കളി എന്നിവയും ഉണ്ടായിരുന്നു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തലശ്ശേരി മേഖലയിൽ മാരക മയക്കുമരുന്നായ MDMAയുമായി 2 യുവാക്കൾ അറസ്റ്റിലായത് കുന്നോത്ത് സ്വദേശി ഫായിസ് ഇബിൻ ഇബ്രാഹിം, കോട്ടയം മലബാർ സ്വദേശി VK അബ്ദുൾ സഹദ് എന്നിവർ. മാടായിപ്പാറയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വനിതകൾ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് BJP കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ KK വിനോദ് കുമാർ. മാടായിപ്പാറയെ തകർക്കാനും തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെടുത്താനും ജമാഅത്തെ ഇസ്ലാമി പരിശ്രമിക്കുന്നതായും വിനോദ് കുമാർ. പോലീസ് സംസ്ഥാനത്തിന് ശാപമാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. പോലീസ് അസോസിയേഷനെ രാഷ്ട്രീയവൽക്കരിച്ച് എന്തും ചെയ്യാൻ ലൈസൻസ് നൽകിയിരിക്കുകയാണ് സർക്കാരെന്നും മാർട്ടിൻ ജോർജ്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.